കർത്താവിൻ്റെ വലിയ നാമത്തിന് മഹത്വം വരുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കർത്താവിൻ്റെ വചനവുമായി കടന്നു വരുവാൻ ലഭിച്ചിരിക്കുന്ന അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മീഡിയയിൽ കൂടെ എന്നെ കേൾക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. നമ്മൾ തുടർച്ചയായിട്ട് ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷവും അനുഗ്രഹവുമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ മിക്കവാറുമുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾ കണ്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. കാണാത്തവർ നിങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക, നിങ്ങളുടെ സ്നേഹത്തോടുകൂടെ ഓർപ്പിക്കുന്നു. ഈ ദിവസങ്ങളിലായി ദൈവത്തിൻ്റെ വചനം നമ്മൾ തുടർച്ചയായിട്ട് സമാഗമന കൂടാരം എന്നുള്ള വിഷയം നമ്മൾ ധ്യാനിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ മുൻകൂടാരത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അഥവാ ദേവാലയത്തിൻ്റെ രണ്ടാമത്തെ സ്ഥലമായ അഥവാ പ്രാകാരം കഴിഞ്ഞുള്ള സ്ഥലമായ വിശുദ്ധ സ്ഥലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ആ വിശുദ്ധ സ്ഥലവുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങൾ നമ്മൾ ധ്യാനിച്ചു വരികയായിരുന്നു. വിശുദ്ധ സ്ഥലത്തുള്ള ഉപകരണങ്ങളെക്കുറിച്ച് പിന്നീട് നമുക്ക് ചിന്തിക്കാം. എന്നാൽ നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് തുടങ്ങുന്നത് ഈ ദേവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്തെ മറച്ചിരുന്ന പലകകളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ സ്ഥലത്തെ പലകകളെ നമ്മൾ ചിന്തിക്കാം. അതിന് ആത്മീയമായി ധാരാളം അർത്ഥം കൊടുത്ത് പഠിക്കുവാനായിട്ട് കഴിയും. ഒരാത്മീയമായി ഉന്നതി പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും പഠിച്ചിരിക്കേണ്ട ഒരു വിഷയമാണ് ഈ ഭാഗങ്ങളെല്ലാം തന്നെ. ആത്മീയമായി ഘനമുള്ള വിഷയങ്ങൾ നമ്മൾ പഠിക്കുന്നതോടുകൂടെ നമ്മൾ ആത്മീയമായി ബലമുള്ളവരായി വർധനയുള്ളവരായി മാറുവാനായിട്ട് ഇടയായിത്തീരും എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കണമേ. ഇവിടെ നമ്മൾ പ്രാകാരം കഴിഞ്ഞാൽ വിശുദ്ധ സ്ഥലം എന്ന് പറയുന്ന ദൈവസഭയ്ക്കൊരു നിഴലാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ ദൈവസഭയിൽ അവിടെയുള്ള പലകകൾ ദൈവം വെച്ചിരിക്കുന്നത് നമുക്ക് ഇതിനോട് ചേർത്ത് വളരെ സന്തോഷം തരുന്ന, ആത്മീയമായി നമുക്ക് വളരെ സന്തോഷം തരുന്ന ധാരാളം കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്, ഈ പലകകളുടെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് പുറപ്പാട് പുസ്തകം 26-ാം അധ്യായം 15 മുതൽ 30 വരെയുള്ള വാക്യങ്ങളും 36-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം, ഈ വാക്യങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ ആലയത്തിലെ നിവരെ നിൽക്കുന്ന ഖദിരമരത്തിൻ്റെ പലകകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദൈവം അതിനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറഞ്ഞിരുന്ന തടിയെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അത് ഷിത്തീം വുഡ് എന്നും അക്കേഷ്യ എന്നും രണ്ട് പദങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അക്കേഷ്യ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപക്ഷെ സുപരിചിതമായ ഒരു മരമായിട്ട് തോന്നും. എന്നാൽ ഷിത്തീം വുഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ആ ഇനത്തിൽപ്പെട്ട തടി തന്നെയാണ്. അത് ഈ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇത് വളരെയധികം മരുഭൂമിയിൽ വളരുന്ന ഷിത്തീം എന്ന് പറയുന്ന പ്രദേശങ്ങളിൽ വളരെയധികം ശക്തിയോടെ വളരുന്ന ഒരു മരമാണിത് എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ആ ഷിത്തീം വുഡിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ നാട്ടിലൊക്കെയുള്ള തേക്ക് പോലെ ഇതിന് ഒരിക്കലും ദ്രവത്വം വരുന്നില്ല. അത് എത്ര കാലാവസ്ഥയെ പ്രാബല്യങ്ങളെ എല്ലാം തരണം ചെയ്തും കൊണ്ട് അത് വളർന്നു വരികയാണ്. മരുഭൂമിയിലെ ചൂടോ മരുഭൂമിയിലെ തണുപ്പോ മരുഭൂമിയിലെ കാറ്റോ ഒന്നും വകവയ്ക്കാതെ ശക്തിയോടെ വളർന്നു വരുന്ന ഒരു വൃക്ഷമാണ് ഖദിരമരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഖദിരമരത്തിൻ്റെ പലകകളാണ് ദൈവം ഇവിടെ ഈ വിശുദ്ധ മന്ദിരത്തിൻ്റെ ചുറ്റുപാടുമായി വയ്ക്കുവാനായിട്ട് ദൈവം പറഞ്ഞത്. ഇതിനകത്ത് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു വസ്തുത, നമ്മളെ ഓരോരുത്തരെയും ദൈവം കണ്ടിരിക്കുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും ദ്രവത്വമില്ലാത്തവരാണ്. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നത് എന്തെല്ലാം പ്രാതികൂല്യങ്ങൾ വന്നാലും പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിയുമെന്ന് യാക്കോബ് 1:12 വായിക്കുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ പരിശോധനയോടുകൂടെ ദൈവം ചില കാര്യങ്ങൾ നിങ്ങളെ ഓരോരുത്തരെയും പരിശോധിച്ചിരുന്ന നാളുകളിൽ നിങ്ങൾ ദ്രവിച്ചു പോകുവാനായിട്ട് ഒരിക്കലും ഇടയാകരുത്. നമുക്കറിയാം തേക്ക് എന്തുകൊണ്ടാണ് ദ്രവിക്കാത്തത്. തേക്കിനകത്ത് ഒരു പ്രത്യേകതരം എണ്ണയുള്ളത് കൊണ്ടാണ് തേക്ക് ദ്രവിച്ചു പോകാത്തത്. ഇതുപോലെ അഭിഷേകമാകുന്ന എണ്ണ നമ്മുടെ ജീവിതത്തിലുള്ള കാലത്തോളം ഈ ലോകത്തിൻ്റെ ഒരു പ്രാണികൾക്കും ഈ ലോകത്തിൻ്റെ ഒരു ശത്രുവിനും നമ്മളെ തകർത്ത് കളയുവാനായിട്ട് കഴിയത്തില്ല.
നമ്മുടെ മേലുള്ള അഭിഷേകം കാണുമ്പോൾ, നമ്മുടെ മേലുള്ള എണ്ണ കാണുമ്പോൾ അങ്ങനെയുള്ള ശത്രുക്കൾ ഓടിപ്പോകാനിടയായിത്തീരുന്നു. നമ്മൾ 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പാടുന്നുണ്ട്, എൻ്റെ തലയെ അവന് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ആടുകളെയും എല്ലാ പ്രഭാതത്തിലും ഒരു തൈലക്കൂട്ട് ആമേൻ ആ ഇടയൻ എന്ന നിലയിൽ ദാവീദ് ആ തൈലക്കൂട്ട് അതിൻ്റെ തലയിലും അതിൻ്റെ ശരീരത്തിലും എല്ലാം പുരട്ടിയാണ് ആലയിൽ നിന്ന് അതിനെ ഇറക്കി വിടുന്നത്. അങ്ങനെ ആലയിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ ഓരോ ആടുകളും നല്ല വാസനയോടുകൂടെയാണ് അതിൻ്റെ ശരീരത്തിൽ നിന്ന് തലയിലും ശരീരത്തിലും ഒക്കെ പുരണ്ടിരിക്കുന്ന നല്ല തൈലത്തിൻ്റെ വാസനയോടെയാണ് അത് തീറ്റിക്കായിട്ട് പോകുന്നത്. അപ്പോൾ ആ സമയങ്ങളിൽ മരുഭൂമിയിലും മുൾച്ചെടികളുടെ ഇടയിലും ഒക്കെ ഇരിക്കുന്ന ക്ഷുദ്ര ജീവികളൊക്കെ ഇതുങ്ങളെ ആക്രമിക്കാനായിട്ട് ഇരിക്കുമ്പോൾ അങ്ങനെയുള്ള ആ ആക്രമണകാരികളായിട്ടുള്ള എല്ലാം ഈ വാസന കേൾക്കുമ്പോൾ, തൈലത്തിന്റെ വാസന കേൾക്കുമ്പോൾ അടക്കെ ഓടി ഒളിക്കാനിടയായി തീരും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വൈതലേ, നിന്റെ തലമേലുള്ള ദൈവത്തിന്റെ അഭിഷേകം, നിന്റെ മേലുള്ള കൃപയുടെ വ്യാപാരം, നീ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, നീ ഉപവസിച്ചു കഴിയുമ്പോൾ, നീ ആരാധിച്ചു കഴിയുമ്പോൾ, നിന്റെ അഭിഷേകത്തിന്റെ എണ്ണ നിന്റെ മേൽ വർദ്ധിച്ചു വന്നിരിക്കുമ്പോൾ ഒരു ശത്രുവിന് നിന്റെ നേരെ നിൽക്കുവാൻ കഴിയില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം ദുഷ്ടന്റെ നുഖങ്ങൾ തകർന്നു പോകുമെന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നതിന് താല്പര്യം, നമ്മൾ ഓരോരുത്തരും ഒരു ഖദിരമരമായി ജീവിതത്തിൽ മുന്നേറണം. ഏത് വലിയ പ്രാതികൂല്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട്, ദൈവകൃപയിൽ ആശ്രയിച്ചും കൊണ്ട് ഏത് വലിയ പ്രതികൂലങ്ങളെയും തരണം ചെയ്യാനുള്ള ഒരു അഭിഷേകം നമ്മുടെ അകത്ത് ആ എണ്ണ വർദ്ധിച്ചു വരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഖദിരമരം ദൈവവചനപ്രകാരം അത് അതിൻ്റെ പലകകൾ എടുക്കുവാനായിട്ട് ദൈവം പറയുകയാണ്. ദൈവം ഖദിരമരം എടുത്ത് അതിനെ കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ടുവരുവാനായിട്ട് ദൈവം പറഞ്ഞു. ഈ ഖദിരമരത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ ധാരാളം മുള്ളുകളൊക്കെ ഉള്ള ഒരു മരമെന്നാണ് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അങ്ങനെയുള്ള മരം വെട്ടിക്കൊണ്ടുവരുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. വിശ്വാസികളാകുന്ന ദൈവമക്കൾക്കറിയാം, നമ്മൾ ഈ ലോകത്തിന്റെ കൊടുങ്കാറ്റിൽ കൊടുമനങ്ങളിലൊക്കെ നിന്നപ്പോൾ നമ്മളെ വെട്ടാൻ ആരെയോ അയച്ചു, ദൈവം വെട്ടിച്ചു. വലിയ വൻവൃക്ഷമാണ്, ഒരിക്കലും വെട്ടുകൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞ്, വീഴത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളെ പലരെയും ദൈവം വീഴിച്ചു. എവിടേക്ക് കൊണ്ടുവന്നു? നിന്നെ ദൈവസഭയ്ക്ക് ആവശ്യമായിരുന്നു. നീ ആ കാട്ടിൽ നിന്ന് ഒരു പ്രയോജനവുമില്ല, നിനക്ക് കാതലുണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ദൈവം നിന്നെ കുറിച്ച് വലിയ പദ്ധതി ഇട്ടിരുന്നത് കൊണ്ട് വലിയ മൂർച്ചയുള്ള വലിയ മഴവുമായി ചിലരെ ദൈവം അയച്ച് വെട്ടി ദൈവസഭയിലേക്ക് കൊണ്ടുവന്നെങ്കിൽ അതിന് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. അതുകൊണ്ട് ദൈവാത്മാവ് ഇന്ന് വളരെ ശക്തമായി നിന്നോട് പറയുന്നു, നിന്നെ ദൈവസഭയ്ക്ക് ആവശ്യമുള്ളത് കൊണ്ട്, പലകയായി നിൽക്കേണ്ടതുള്ളത് കൊണ്ട് ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നതാണ്. ദൈവസഭയിൽ വെറുതെ നീ വന്നു കയറിയതല്ല, പാസ്റ്റർ വിളിച്ചത് കൊണ്ട് വന്നതല്ല, ആരെങ്കിലും വിശ്വാസികൾ നിന്നെ വിളിച്ചു കൊണ്ടുവന്നതല്ല, പിന്നെയോ വെട്ടിക്കൊണ്ടുവന്ന് ആലയത്തിലെ ഉപകരണമാക്കുവാൻ ദൈവം നിന്നെ കൊണ്ടുവന്നതാണ്. നമ്മളപ്പോൾ ഈ മരത്തെ കീറി മുറിച്ച് റെഡിയാക്കി പലകകളാക്കി മാറ്റുന്നു. അതിനെക്കുറിച്ച് ആത്മീയമായി നമുക്ക് ധാരാളം സന്തോഷം തരുന്ന ധാരാളം ദൂതുകൾ അതിനകത്തുണ്ടെങ്കിലും അതിനകത്ത് നമുക്ക് ഏറ്റവും സന്തോഷം തരേണ്ട ചില വസ്തുതകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം ഈ പലകകൾ ഓരോന്നും പറഞ്ഞപ്പോൾ ഓരോ പലകകൾക്കും തുല്യ അളവുകളാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ വിശ്വാസികളാകുന്ന ദൈവമക്കൾ ഓർക്കണം, ദൈവസഭയിൽ വരുമ്പോൾ എല്ലാവർക്കും തുല്യ പ്രാധാന്യമാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. തുല്യ അളവ് ദൈവം വെച്ചിരിക്കുന്നത് പോലെ തന്നെ ലോകത്തുള്ള മനുഷ്യർ പുറമെയുള്ള കാര്യങ്ങൾ കൊണ്ട് അളവുകൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. എന്നാൽ ദൈവസഭയിൽ വരുന്ന ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് മുമ്പിൽ പണമുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ, സൗന്ദര്യം ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ, വിദ്യാഭ്യാസം ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ, നീളം കൂടിയവനെന്നോ കുറഞ്ഞവനെന്നോ, കുടുംബശ്രേഷ്ഠത ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ, ജോലിയെ സംബന്ധിച്ചുള്ള തരംതിരിവുകളോ ഒന്നും തന്നെ ദൈവത്തിന് വിഷയമല്ല. അതുകൊണ്ട് കർത്താവിനെ ശ്രദ്ധിച്ചാൽ കർത്താവിൻ്റെ സഭയിൽ 12 ആളുകൾ വന്നിരുന്നു. അവരിൽ പല ആളുകളും മുഖ്യന്മാരായിരുന്നു. അതുപോലെ തന്നെ സമ്പത്തുള്ളവരും ഉണ്ടായിരുന്നു, സമ്പത്തില്ലാത്തവരുണ്ടായിരുന്നു, ജ്ഞാനികളായ ആളുകളുണ്ടായിരുന്നു. പൗലോസിനെ പോലെയുള്ള വലിയ ജ്ഞാനികളായ ആളുകളെ ദൈവം തെരഞ്ഞെടുത്തു. പത്രോസിനെ പോലെ വിദ്യാവിഹീനരായ ആളുകളെ ദൈവം തെരഞ്ഞെടുത്തു. ഇതൊക്കെ ആയിരിക്കുമ്പോഴും ആദിമസഭയിൽ അവരെല്ലാവരും ഒരു മനസ്സോടെ, അവരെല്ലാവരും സകലവും പൊതുവകയെന്നെണ്ണിക്കൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ
അവരെല്ലാവരും തുല്യരാണെന്നുള്ള ബോധത്തോടുകൂടെ ആയിരിക്കുന്നു. നമ്മളിതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഓർക്കേണ്ടത്, ദൈവസഭയിൽ ചെല്ലുമ്പോൾ പല കാര്യങ്ങളിലും നിങ്ങളെന്താണ് പുറകോട്ട് പോകുന്നത്? നിങ്ങൾ പുറകോട്ട് പോകേണ്ട കാര്യമില്ല. ദൈവം നിങ്ങളെ മാന്യരായി ദൈവം എണ്ണിയിരിക്കുന്നു. നിങ്ങൾക്ക് ഒരുപക്ഷെ പണം കുറവായിരിക്കും, ദൈവം നിങ്ങളെ മാന്യരായി എണ്ണിയിരിക്കുന്നു. നിങ്ങൾക്ക് ഒരുപക്ഷെ സാമ്പത്തികമായ കഴിവുകൾ കുറവായിരിക്കും, ദൈവം നിങ്ങളെ മാന്യരായി മറ്റുള്ളവരെ കൂടെ തന്നെ ദൈവം എണ്ണിയിരിക്കുന്നു. ദൈവം അംഗീകരിക്കുന്നെങ്കിൽ, ദൈവം നമ്മളെ മാന്യരായി എണ്ണുന്നെങ്കിൽ ആർക്കാണ് ഇവിടെ കുറ്റം വിധിക്കാൻ കഴിയുന്നത്? മനുഷ്യരൊക്കെ ചവിട്ടി തേച്ച് പുറകോട്ട് കളയുമ്പോൾ ദൈവത്തിന്റെ പൈതലെ, ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് തുല്യ അളവോടുകൂടെ ആമേൻ ഖദിരമരത്തിന്റെ വലിയ പലകകളായി നിൽക്കുവാൻ വേണ്ടിയാണ് ദൈവം വിളിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് ഖദിരമരം ആമേൻ ഒന്നാമതായിട്ട് ഇത് നിവരെ നിൽക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഖദിരമരത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഖദിരമരം തീരെ കറുത്തിരുണ്ട ഒരു മരമാണ്, അല്ലെങ്കിൽ ഒരു തടിയാണ് എന്ന് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് കറുത്തിരുണ്ടിരിക്കുന്ന ഈ തടി സാധാരണ ആർക്കും ഇഷ്ടം വരാത്ത ഒരു തടി പോലെ നമുക്ക് തോന്നും. ഈ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓർപ്പിച്ചതുപോലെ, കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ ചിന്തിച്ചതുപോലെ, ഇതിന് വേറെ ഒരു വാതിലോ ഇതിനൊരു ലൈറ്റിന്റെ ഒരു സംവിധാനമോ വെന്റിലേഷൻ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ കറുത്ത തടിയും കൂടെ ആകുമ്പോൾ ദേവാലയത്തിനകത്ത് വലിയ ഇരുളുമേ തോന്നാം. എന്നാൽ ദൈവമക്കൾ ഓർക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. ദൈവസഭയെ കുറിച്ച് എന്താണ് ശലോമോൻ ചിത്രീകരിച്ചിരിക്കുന്നത്? ഉത്തമഗീതം 1-ാം അധ്യായത്തിന് 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, ദൈവത്തിന്റെ സഭയെ കുറിച്ചുള്ള ചിത്രീകരണം പറയുമ്പോൾ അവൾ കറുത്തവളാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവസഭ കറുത്തതായി ഇരുണ്ടതായിട്ട് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, നമ്മൾ കർത്താവിനെ ചിന്തിച്ചാലും കർത്താവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, അവനെ കണ്ട രൂപഗണമില്ല, അവനെ കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല, അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവൻ ഇളയ തൈ പോലെ ഇരുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുകൊണ്ട് ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ധാരാളം കാര്യങ്ങളിൽ ഒരുപക്ഷെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ആളായിരിക്കാം. എന്നെ കാണാൻ കൊള്ളത്തില്ല, എനിക്ക് സൗന്ദര്യം കുറവാണെന്നോ, എനിക്ക് പണം കുറവാണെന്നോ, എൻ്റെ കുടുംബം ചെറിയതാണെന്നോ, ഞാൻ വലിയ ജോലിയല്ല ചെയ്യുന്നതെന്നോ ഒക്കെയുള്ള കാര്യങ്ങൾ, 100 കാര്യങ്ങൾ സാത്താൻ നിങ്ങളുടെ ചെവിയിൽ മന്ത്രിക്കുമ്പോഴും ദൈവം പറയുന്നു, കുഞ്ഞെ, നിന്നെ ഞാൻ രക്തം കൊണ്ട് വീണ്ടെടുത്തതാണ്. ആ രക്തത്തിന്റെ പ്രത്യേകത എന്താണ്? അത് വിലയേറിയ രക്തമാണ്. ആമേൻ. പൊന്നെ, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് അവൻ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നെങ്കിൽ, ആമേൻ, നമ്മൾ വില കുറഞ്ഞവരാണെന്ന് നമ്മൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ പുത്രന്റെ രക്തത്തിന് എന്തോ കുറവുണ്ടെന്ന് നമ്മൾ പറയുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നമ്മളെ വില കൊടുത്തു വാങ്ങിയതാണെങ്കിൽ, നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാണെങ്കിൽ, നമ്മളെ വിലയേറിയ രക്തം കൊടുത്തു വാങ്ങിയതാണെങ്കിൽ നമ്മളെല്ലാവരും വിലയുള്ളവരാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ദൈവത്തോട് ഒരിക്കലും പറയരുത്, മനുഷ്യരോട് ഒരിക്കലും പറയരുത്, നിങ്ങൾക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് എന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത്. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 20-21 വാക്യങ്ങൾ വായിക്കുമ്പോഴും നമുക്കത് കാണുവാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോഴും ഇതിനോടനുബന്ധിച്ച് നിങ്ങൾ ആ ഭാഗങ്ങളൊന്ന് വായിക്കണമേ എന്ന സ്നേഹത്തോടുകൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഈ പലകകൾ നിവരെ നിൽക്കാനായിട്ട് ദൈവം ഈ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. 2, ഈ ദേവാലയത്തിൽ നിൽക്കുന്ന ഈ പലകകൾ കാണാൻ ഭംഗിയുള്ളതല്ല, അത് കറുത്തിരുണ്ടതാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ വിശ്വാസികളെല്ലാം ഒരേ തരത്തിലാണ് എന്നുള്ളത് ദൈവം പഴയ നിയമത്തിൽ കാണിക്കുന്ന ഒരു ഭാഗമുണ്ട്. ദൈവം അവരോട് പറയുന്ന ഒരു കാര്യം, ഇസ്രായേൽ മക്കളിൽ 20 വയസ്സിന് മേൽ പ്രായമുള്ള ഓരോ ആളുകളും 1/2 ശേക്കൽ വെള്ളി വീതം ദേവാലയത്തിലേക്ക് കൊണ്ടുവരാനായി ദൈവം കൽപ്പന കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൽപ്പന കൊടുക്കുമ്പോൾ അവരെല്ലാവരും കൊണ്ടുവരുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ധനമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. എന്നാൽ ദേവാലയത്തിൽ കൊണ്ടുവരുമ്പോൾ ദേവാലയത്തിലെ തൂക്കപ്രകാരം 1/2 ശേക്കൽ വെള്ളി മാത്രമേ ദേവാലയത്തിൽ വാങ്ങിയുള്ളൂ.
ധനവാൻ ഇനി എത്ര വലിയ ധനമുണ്ടെങ്കിലും അവൻ 20 വയസ്സിന് മേൽ പ്രായമുള്ള തൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ദേവാലയത്തിൽ 1/2 ശേക്കൽ വെള്ളി മാത്രം വീതമേ കൊടുക്കാൻ കഴിയുള്ളൂ. അതിൽ കൂടുതൽ അവന് കൊടുക്കാൻ എത്ര ആഗ്രഹിച്ചാലും ദേവാലയത്തിൽ വാങ്ങത്തില്ല. എന്നാൽ ഒരു പാവപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ 1/2 ശേക്കൽ തന്നെ വളരെ കഷ്ടിച്ചാണ് കൊടുക്കുന്നത്. അവൻ 1/2 ശേക്കൽ കൊടുക്കാൻ ഇല്ലെങ്കിൽ പോലും 1/2 ശേക്കൽ തികച്ച് കൊടുത്തിരിക്കണം. ദൈവത്തിൻ്റെ പ്രമാണം കൂടുതലുള്ളവന് കൂടുതലും കൂടെയുള്ളവന് കുറയും, അങ്ങനെ ഒരു പ്രമാണം ദൈവം വെച്ചിട്ടില്ല. ദൈവം ഏകദേശം 10-30 ലക്ഷം ആളുകളെ കാണുന്നത് ദൈവത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ദൈവത്തിന് ഒരുപോലെ തന്നെയാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ദൈവസഭയിലുള്ള ദൈവത്തിൻ്റെ ദാസന്മാർ ഒരു കാര്യം ഓർക്കണം, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞാടുകളെ എല്ലാവരെയും ഒരുപോലെ പാലിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ വേലക്കാർ, കർത്താവിൻ്റെ ദാസന്മാർ അങ്ങനെയുള്ള ഒരു മനോഭാവമുള്ളവരായി മാറുവാൻ ഈ ദിവസങ്ങളിൽ ഇടയാകുവാനായി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവമേ, ഏതൊരു വ്യക്തിയെയും ശ്രേഷ്ഠനായി കാണുവാൻ, നമ്മളെക്കാൾ വിലയുള്ളവരായി കാണുവാൻ, ദൈവസഭയിൽ വരുന്ന എല്ലാ ആളുകളെയും ഒരേ തരത്തിൽ കാണുവാൻ ഈ നാളുകളിൽ എന്നെ സഹായിക്കണമേ എന്ന് അല്ലയോ ദൈവദാസനെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളെ സഹായിക്കും. നമുക്കതിനുള്ള ഒരു കൃപ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് ചോദിച്ചു വാങ്ങാം. ദൈവസഭയിലുള്ളവരെല്ലാവരും ഒരേ സഹോദരങ്ങൾ എന്ന നിലയിൽ പെരുമാറിയാൽ എത്ര വലിയ സന്തോഷമായിരിക്കും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ബലഹീനരെ താങ്ങുവീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ആമേൻ താങ്ങി ശക്തിപ്പെടുത്തുവാനായി ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ എല്ലാവരെയും ഒരുപോലെ കാണുവാനായി ദൈവത്തിന് ആഗ്രഹമുണ്ട്. എന്നെ വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം, കർത്താവിൻ്റെ പരിശുശ്രൂഷ കാലത്ത് കർത്താവ് ബെഥാനിയയിലെ ലാസറിന്റെ ഭവനത്തിൽ പോയി താമസിക്കുമായിരുന്നു. ആ വീട്ടിലെ സൽക്കാരങ്ങളൊക്കെ, ആ സാധാരണ വീട്ടിലെ, ആ പാവപ്പെട്ട വീട്ടിലെ സൽക്കാരങ്ങളൊക്കെ സ്വീകരിക്കുമായിരുന്നു. ഒരുപക്ഷെ കർത്താവും ശിഷ്യന്മാരുമായി ബെഥാനിയയിൽ വന്ന് താമസിച്ച ദിവസത്തിൻ്റെ പിറ്റേ പ്രഭാതത്തിലായിരിക്കും കർത്താവ് ബെഥാനിയയിൽ നിന്ന് പോകുമ്പോൾ അവന് വിശന്നു എന്ന് എഴുതിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തലേ ദിവസം കിടന്നുറങ്ങിയ വീട്ടിൽ പ്രഭാതത്തിൽ അദ്ദേഹത്തിനും 12 പേർക്കും കൂടെ 13 പേർക്കും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിടാൻ കഴിവില്ലാത്ത ഒരു വീടായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. എങ്ങനെയും ആയിക്കൊള്ളട്ടെ, അങ്ങനെയുള്ള ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ വിളിച്ചാൽ കർത്താവ് ചെല്ലും. ഏറ്റവും വലിയ പണക്കാരനായ ശിമോന്റെ വീട്ടിൽ വിളിച്ചാൽ ചെല്ലും. മഗ്ദലക്കാരത്തി മറിയ വന്നാൽ അവളിൽ നിന്ന് സ്വീകരിക്കും. എല്ലാം കർത്താവ് ചെയ്യുമായിരുന്നു. പരീശന്മാരോ ശാസ്ത്രിമാരോ ഒക്കെ അവനെ വിളിച്ചിട്ടുണ്ട്, ഉന്നതന്മാരായ ആളുകൾ വിളിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അരിമത്തേക്കാരൻ ജോസഫ് രഹസ്യ ശിഷ്യനായി പലപ്പോഴും അവനെ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് ഇവരെല്ലാവരും ഒരുപോലെയായിരുന്നു. പണക്കാരനെന്നോ പാവപ്പെട്ടനെന്നോ വ്യത്യാസമില്ലാതെ കർത്താവിന് അവരെല്ലാവരും ഒരുപോലെയായിരുന്നു എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം ഈ നിവരെ നിൽക്കേണ്ട പലകകൾ, ആ നിവർത്തി നിർത്തിയിരിക്കുന്ന പലകകൾ അതെല്ലാം ഒരേ സൈസായി ദൈവം പറഞ്ഞിരിക്കുകയാണ്. 1.5 അടി വീതിയാണ് ദൈവം അവർക്ക് പറഞ്ഞിരുന്നത്. ഏകദേശം 10 മുഴം നീളത്തിൽ അത് വയ്ക്കുവാനായിട്ട് ദൈവം പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ തിരുനിവാസത്തിന്റെ പലകകൾ ഓരോ വിശ്വാസികളെയുമാണ് ചിത്രീകരിക്കുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ സഭയില് എല്ലാവരും ഒരേ മനസ്സുള്ളവരായി, ഒരുമയുള്ളവരായി, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാത്തവരായി, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിൽ വേരൂന്നുന്നവരായി മാറുവാൻ ഈ ദിവസങ്ങൾ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവ് അതിനായി നിങ്ങളെയും നിങ്ങളുടെ സഭകളെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം തുടർന്നും നിങ്ങളുടെ ഭവനങ്ങളിൽ വാഴുമാറാകട്ടെ. യേശു മാത്രം
എന്നും വന്നിതൻ സ്തുതിക്കു പാത്രം എണ്ണമറ്റ മനുഗോത്രം നിന്നിൽ ചേർന്ന് വാഴും സ്തോത്രം. ഉന്നതൻ ശ്രീ യേശു മാത്രം എന്നും വന്നിതൻ സ്തുതിക്കു പാത്രം എണ്ണമറ്റ മനുഗോത്രം നിന്നിൽ ചേർന്ന് വാഴും സ്തോത്രം. ഓ രക്ഷിതനാം ദൈവജനമേ, നമ്മൾ രക്ഷയുടെ പാത്രമെടുത്തു. ഓ രക്ഷിതനാം ദൈവജനമേ, നമ്മൾ രക്ഷയുടെ പാത്രമെടുത്തു. ദിവ്യരക്ഷകനേശുവിനെ രക്ഷണവും പാടി സ്തുതിക്കാം. ദിവ്യരക്ഷകനേശുവിനെ രക്ഷണവും പാടി സ്തുതിക്കാം. ജീവൻ തന്ന സ്നേഹിതനാ, സർവശ്രേഷ്ഠനാ പുരോഹിതനാ, ജീവനായകൻ നമുക്കായി ജീവിക്കുന്ന അത്യുന്നതനാ. ജീവൻ തന്ന സ്നേഹിതനാ, സർവശ്രേഷ്ഠനാ പുരോഹിതനാ, ജീവനായകൻ നമുക്കായി ജീവിക്കുന്ന അത്യുന്നതനാ. ഓ രക്ഷിതനാം ദൈവജനമേ, നമ്മൾ രക്ഷയുടെ പാത്രമെടുത്തു. ഓ രക്ഷിതനാം ദൈവജനമേ, നമ്മൾ രക്ഷയുടെ പാത്രമെടുത്തു. ദിവ്യരക്ഷകനേശുവിനെ രക്ഷണവും പാടി സ്തുതിക്കാം. ദിവ്യരക്ഷകനേശുവിനെ രക്ഷണവും പാടി സ്തുതിക്കാം. നിത്യജീവജലപാനം യേശുക്രിസ്തുനാഥൻ തന്ന ദാനം. ദിവ്യനാമസ്തുതിഗാനം നമ്മൾ നാവിൽ നിറയേണം. നിത്യജീവജലപാനം യേശുക്രിസ്തുനാഥൻ തന്ന ദാനം. ദിവ്യനാമസ്തുതിഗാനം നമ്മൾ നാവിൽ നിറയേണം. ഓ രക്ഷിതനാം ദൈവജനമേ, നമ്മൾ രക്ഷയുടെ പാത്രമെടുത്തു. ഓ രക്ഷിതനാം ദൈവജനമേ, നമ്മൾ രക്ഷയുടെ പാത്രമെടുത്തു. ദിവ്യരക്ഷകനേശുവിനെ രക്ഷണവും പാടി സ്തുതിക്കാം. ദിവ്യരക്ഷകനേശുവിനെ രക്ഷണവും പാടി സ്തുതിക്കാം. സ്തുതികൾ നടുവിൽ വാഴും തന്റെ അരികളിൽ തല താഴും. പാപികളെല്ലാരും കേഴും, പാദമതിൽ വന്നു വീഴും.
രക്ഷയുടെ പാത്രമെടുത്തു. ഓ രക്ഷിതനാം ദൈവജനമേ, നമ്മൾ രക്ഷയുടെ പാത്രമെടുത്തു. ദിവ്യരക്ഷകനേശുവിനെ രക്ഷണവും പാടി സ്തുതിക്കാം. ദിവ്യരക്ഷകനേശുവിനെ രക്ഷണവും പാടി സ്തുതിക്കാം.